Good morning, all. So, before we pass on to Russian formalism, the notes I have sent to you carry some textual approaches. How new critical theory can be applied to the analysis of texts. And in the page marked A in small letters, I have given some important titles, some books by I.A. Richards. Then some of the important concepts you have to keep in mind. One is the autotelic text, next is close reading, then intentional and effective fallacy, denotative and connotative language, and finally organic unity. Another concept I just want to give you is heresy of paraphrase. When you look into the notes, I'll read that, coined by American new critic Glenn Brooks in the book titled The Well-Wrought Urn. What is heresy of paraphrase? The new critics detested paraphrasing a text to explain it or trying to translate it into everyday language. And this practice of paraphrasing, they termed it as heresy of paraphrase. What is heresy? If you go against an established opinion, then which is not generally accepted, that is called heresy. So they disliked paraphrasing it or translating into common language, everyday language. So that's an expression coined by the American new critic Glenn Brooks. Then coming to another point, an accusation against new criticism. New criticism has been criticized for not considering the socio-political contexts which play an important role in understanding a literary work. New criticism ഒരു ടെക്സ്റ്റിന് മാത്രം പ്രൈമസി കൊടുത്തുകൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ആണല്ലോ. അത് വേറൊരു കോണ്ടെക്സ്റ്റിൻ്റെയും ആവശ്യമില്ല. മറ്റുള്ള എല്ലാ കോണ്ടെക്സ്റ്റും, അതായത് ഇപ്പോൾ ഒരു ബയോഗ്രഫി പരിശോധിക്കുകയാണ് റൈറ്ററുടെ, അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റിനും ആവശ്യമില്ലാതെ ടെക്സ്റ്റ് തന്നെ അതിൻ്റെ മീനിങ് തരുന്ന രീതിയാണ് ന്യൂ ക്രിറ്റിസം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാതെ നമുക്ക് പറ്റുമോ എന്നുള്ളതാണ്. ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ വെറും ടെക്സ്റ്റ് മാത്രം മീനിങ് തരുന്ന ഒരു പ്രവണത, അതിനെ എതിർക്കുന്ന ആൾക്കാർ, എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാതെ നമുക്ക് ആ ടെക്സ്റ്റ് മീനിങ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാലോചിക്കുക, നമ്മൾ സോഷ്യോ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ ജെൻഡർ, ക്ലാസ്, റേസ് ഇതൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ naturally all these will come to the forefront when analyzing a work of art. അപ്പം മറ്റുള്ള പല കോണ്ടെക്സ്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചസും ഇന്ന് നമ്മൾ ലിറ്റററി ക്രിറ്റിസിസത്തിൽ കാണാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി ആണ് എന്നാണ് ഈ മാർക്സിസ്റ്റ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ ചേഞ്ചസിന് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആ രീതിയിലുള്ള ഒരു തോന്നൽ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ടെക്സ്റ്റുകൾ ടൈംലെസ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ടൈം ഫിക്സ് ചെയ്യാൻ പറ്റില്ല. പൊതുവേ നമുക്ക് ടെക്സ്റ്റിന് കമ്പോസ് ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ റിസപ്ഷനും ഒക്കെ പറയാറുണ്ടല്ലോ.
അപ്പോൾ അതുപോലും കാണാതെ എല്ലാ കാലത്തേക്കും ഉതകുന്ന ഒരു ലിറ്റററി ടെക്സ്റ്റ്, കാലാകാലം നിലനിൽക്കുന്ന ഒരു ലിറ്റററി ടെക്സ്റ്റ്, അപ്പോൾ അതിൻ്റെ മീനിങ് ഒരേപോലെ എല്ലാ സോഷ്യൽ ചേഞ്ചസിനെയും മറികടന്നുകൊണ്ട് ഉള്ള ഒരു അതുകൊണ്ടാണ് അത് ടൈംലെസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വന്നത്. അതേപോലെ ഫ്രീ ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്ന ഓട്ടോണമസ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ്, എല്ലാം സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ചരിത്രത്തിന് അതീതമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ആലോചിക്കുമ്പം ഇതൊരു എക്യുസേഷനായിട്ട് അല്ലെങ്കിൽ ഒരു ചാർജ് അഗൻസ്റ്റ് ന്യൂ ക്രിറ്റിസിസം, അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നവർ ഊന്നി പറയുന്ന ഒരു കാര്യമാണത്. ചില സമയങ്ങളിൽ അത് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഒരു ടെക്സ്റ്റിന് നിലനിൽക്കില്ല. കാരണം ഇവർ ടെക്സ്റ്റുകളെ ടൈംലെസ് ആണ്, ഓട്ടോണമസ് ആണ്, സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഒരു എക്വിസേഷൻ, ഒരു ചാർജ് ന്യൂ ക്രിറ്റിസിന് എതിരായിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് ആ എക്സാമ്പിൾസിലേക്കാണ്. 2 ടെക്സ്റ്റുവൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഞാനവിടെ രണ്ടും നിങ്ങൾക്ക് പരിചയമുള്ള 2 പോയിംസാണ്. ഒന്ന് എനിക്ക് തോന്നുന്നു ആ റീഡിങ് പോയിട്രിയിൽ പഠിച്ച തന്നെയാണ്, സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്നുള്ള ആ ഒരു സ്മോൾ പോയം ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ആൻഡ് അനദർ വൺ ഈസ് ബൈ ജോൺ കീറ്റ്സ്, ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ. അത് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള അനാലിസിസ് അല്ല, പക്ഷെ എങ്ങനെയാണെങ്കിലും ഒരു ഇല്ലസ്ട്രേഷൻ എന്ന നിലക്ക് എങ്ങനെയാണ് ന്യൂ ക്രിട്ടിക്കൽ തിയറീസ് ഇതിലേക്ക് കൊണ്ടുവരിക, ഒരു ടെക്സ്റ്റിന് ചെയ്യുമ്പം എങ്ങനെ ന്യൂ ക്രിട്ടിക്കൽ തിയറി പ്രകാരം നമുക്കതിനെ വായിച്ചെടുക്കാൻ പറ്റുമെന്ന് ഒരു അറ്റംപ്റ്റ്, അതെന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ട്രഡീഷണലി വി യൂസ് ടു അപ്ലൈ വാട്ട് എവർ ക്രിട്ടിക്കൽ ടൂൾസ് വി ഹാവ് with or handy in us to critique a poem or a literary text. അതായിരുന്നു പ്രവണത. അപ്പോൾ നമ്മൾ പലതും കണ്ടിരുന്നല്ലോ. ഒരു ഓതർ സെൻറ്റേർഡ് അപ്രോച്ച് ഉണ്ടായിരുന്നു അല്ലേ, അത് എക്സ്പ്രസീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീഡർ സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടായിരുന്നു, ഇംപ്രഷനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. പിന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു കോണ്ടെക്സ്റ്റായി വെച്ചുകൊണ്ട് ആ ടെക്സ്റ്റിൻ്റെ പ്രൊഡക്ഷനെയും റിസപ്ഷനെയും ഒക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഇത്തരത്തിലുള്ള മെത്തേഡ്സൊക്കെ തന്നെ നമുക്ക് എംപ്ലോയ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എപ്പോഴും ആലോചിക്കുക. ന്യൂ ക്രിറ്റിസിസത്തിൽ ടെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ, ടെക്സ്റ്റ് മാത്രം എന്നുള്ളത്. ഞാനവിടെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്ങിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്, ആദ്യമായിട്ട് അതിൻ്റെ ഫോർമൽ ആസ്പെക്ട്സ് പരിശോധിക്കുമ്പം ആ പോയിമിൻ്റെ മീനിങ് ഈ പറയുന്ന ഓപ്പോസിറ്റ് റെലംസിനെ ഫ്യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു മീനിങ് കണ്ടെത്തുകയാണ്, ഒരു റെസൊല്യൂഷൻ ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് അല്ലേ. ഓപ്പോസിഷനായിട്ടുള്ള ഫോഴ്സസ് എപ്പോഴും പിടിച്ച് വലിച്ച് കൊണ്ടിരിക്കുന്ന, അങ്ങനെ ഒരു റീകൺസിലിയേഷൻ ഓഫ് ഓപ്പോസിറ്റ്സിലൂടെയാണ് നമുക്ക് പിന്നെ മീനിങ് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫോം പരിശോധിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ആ മീനിങ്ങിലേക്ക് നമ്മൾ എത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ അൺയൂഷ്വൽ ആയിട്ടുള്ള റൈം സ്കീമാണ്, സാധാരണ കാണുന്ന പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റൈം സ്കീമാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ വൊക്കാബുലറിയാണ്, നല്ല വളരെ സ്മൂത്ത് ഫ്ലോ ചെയ്യുന്ന രീതിയിലുള്ള ആ ഡിക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ചോയ്സ് ഓഫ് വേർഡ്സ്, അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്, കാതിന് ഇമ്പമുള്ള വരികൾ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാഫിക് ഇമേജസും പോയമിന് ഒരു പ്രത്യേകത ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ആ പോയമിൻ്റെ ഏകദേശം ഒരു ജിസ്റ്റ് നമുക്കറിയുന്നതാണ് അല്ലേ. എ റൈഡർ ഓൺ എ ഹോഴ്സ് ബാക്ക് who is reminded that he has no time to look at the wonders of nature or the beauties of nature because he has to shoulder many responsibilities in life, so he cannot waste time like that. But if you think about the connotations of the journey of the rider on horseback, we feel that it is a metaphor for the journey of human life itself. ഇത് ഒരു ജിസ്റ്റ് എന്ന നിലക്ക്. പിന്നെ അവിടെ വരുന്ന ഓപ്പോസിറ്റ്സ് എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ആ ട്രാവലറുടെ ഡിലൈറ്റ്, ദ വണ്ടർ
അറ്റ് നേച്ചർ, ഈ ഒരു ഇമോഷൻ നമുക്കവിടെ കാണുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ പറയുക, ഒപ്പോസ് ചെയ്യപ്പെടുന്ന ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ he is reminded that he has abandoned his responsibilities എന്നുള്ളത്. You get it? അതേപോലെ ആ ഒരു വേക്കപ്പ് കോൾ അയാൾക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ദ ഷേക്കിംഗ് ഓഫ് ദ ഹാർനസ് ബെൽസ് ഓഫ് ദ ഹോഴ്സസ് ഓഫ് ദ ഹോഴ്സ് എന്നുള്ളതാണ്. ആൻഡ് അഗൈൻ ഹി ഈസ് റിമൈൻഡഡ് ഓഫ് ദ miles to go, the promises he has to keep, etc. അങ്ങനെ ആ ഒരു ഹാർനസ് ബെൽസാണ് അയാളെ എന്താ പറയുക, ആ ഫാൻറ്റസിയിൽ നിന്ന് തിരിച്ച് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് ഇങ്ങനെയല്ല. അപ്പോൾ അവിടെ ആ കോൺട്രാസ്റ്റുകളും ആ കോൺട്രഡിക്ടറി എലിമെൻസും നമ്മളവിടെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. ആ വുഡിനെ കുറിച്ച് പറയുന്നത് ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്പ് എന്നുള്ളതാണ്. പിന്നെ കൊണ്ടുവരുന്ന ആ ഓപ്പോസിറ്റ് റിലംസ്, ഫ്യൂസ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന ഓപ്പോസിറ്റ് റിലംസ് സ്ലീപ്പ്, ഡെത്ത് എന്നുള്ളത്. പിന്നെ മൈൽസ് ദാറ്റ് ഡിനോട്ട്സ് ദ ലെങ്ത് ഓഫ് ഹ്യൂമൻ ലൈഫ്, പ്രോമിസസ്, റെസ്പോൺസിബിലിറ്റീസ്. ഇങ്ങനെ കൊണ്ടുവരുന്ന പല ഫാക്ടേഴ്സും ഈ വാറിങ് ഫാക്ടേഴ്സ് എന്ന് തന്നെ പറയാനുള്ളത്. അതിൽ ഒരു വല്ലാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ വേറൊരു ലെവലിൽ നോക്കുമ്പം ഒരു കോൺട്രാസ്റ്റ് വരുന്നത് സ്പീക്കറും ഹോഴ്സും അല്ലെങ്കിൽ ഓണർ ഓഫ് ദ ഫാം ലാൻഡ്സ് ഹി വിസിറ്റ്സ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കോൺട്രാസ്റ്റും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ലാസ്റ്റ് 2 ലൈൻസ് ശരിക്ക് റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ആ ലൈൻസ് ആ കോൺട്രഡിക്ഷൻസിനെ ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിസോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള മീനിങ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു റീഡിംഗ് ആണ് ആ പോയതിനെ കുറിച്ച് അവിടെ ഞാൻ കൊടുത്തത് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് നമ്മൾ പഠിച്ച ഒരു പോയം തന്നെയാണ്. അതിൻ്റെ ചെറിയ രീതിയിലുള്ള ചില ഭാഗങ്ങളിൽ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഈ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏർഡിൽ ജോൺ കീറ്റ്സ് അത് പലപ്പോഴും നമ്മൾ ഈ ലൈഫിൻ്റെ ട്രാൻസിയൻസും, നമ്മൾ മെറ്റീരിയൽ ലൈഫിൽ അതിൻ്റെ ട്രാൻസിയൻസും ലൈഫ് ഓഫ് ആർട്ടിലുണ്ടാവുന്ന അല്ലെങ്കിൽ ആർട്ടിൽ ഡെപ്പിക്റ്റ് ചെയ്യപ്പെടുന്ന ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ ഇമ്മോർട്ടലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺട്രാസ്റ്റ് ലെവൽ വെച്ചുകൊണ്ടാണ് ഒരു പാരഡോക്സിക്കൽ ഇമേജ് പൊതുവായിട്ട് അതിലുണ്ട്. ആ ഘടന അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. പിന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളുണ്ട്. സിൽവൻ, ഹിസ്റ്റോറിയൻ, കോൾഡ്, പാസ്ട്രൽ. ഇതൊക്കെ കാണിക്കുന്ന പാരഡോക്സിക്കലായിട്ടുള്ള ഇമേജസ് കൊണ്ടുവരുന്നതാണ്. അവിടെയൊക്കെ കൊണ്ടുവരുന്നത് ഫ്ലൂയിഡിറ്റിയും സ്റ്റിൽനെസ്സും തമ്മിലുള്ള, അല്ലെങ്കിൽ ഐഡിയൽ വേഴ്സസ് ദ ഓർഡിനറി, അല്ലെങ്കിൽ ദ ഇറ്റേർണൽ പെർഫെക്ഷൻ ആൻഡ് ദ ഡീക്കേ ഓഫ് ദ ടെമ്പറൽ വേൾഡ്. പിന്നെ സാധാരണ കാണുന്ന ആ ഒരു ഓപ്പോസിഷനായിട്ട് വരുന്ന ലൈഫ് ആൻഡ് ഡെത്ത്, ഇതൊക്കെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പാരഡോക്സിക്കൽ ഇമേജസിലൂടെയാണ് മീനിങ് ക്ലിയർ ആവുന്നുള്ളൂ എന്ന്. പിന്നെ ഇതിൽ തന്നെ ഒരു വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില ഏരിയാസ് വരുന്നുണ്ട്. ഏണിൻ്റെ ആ ഫ്രോസൺ വേൾഡ് ഓഫ് ആർട്ടാണ് ശരിക്കും. അത് ഫ്രോസൺ ആണ് ശരിക്കും. ഫ്രോസൺ ആകുമ്പോൾ അത് ലൈഫ്ലെസ് ആണ് എന്നുള്ളതാണ്. പക്ഷെ ആ ലൈഫ്ലെസ് ആയിട്ടുള്ള അവസ്ഥയാണ് അതിനെ ഏറ്റവും കൂടുതൽ ഡൈനാമിക് ആവുന്നത്, ജീവിതത്തെക്കാളേറെ ഡൈനാമിക് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇതാലോചിക്കുക, ഈ മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ അത് ഒരു ഫ്രോസൺ സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഫ്രീസ് എന്നുള്ള വേർഡിൽ നിന്നാണ് ആ ഫ്രോസൺ എന്നുള്ളത്. അപ്പം ആർട്ടിലൂടെ നമ്മൾ ഇറ്റേണൽ ആയിട്ടുള്ള ട്രൂത്ത്സ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ പറയുന്ന ഒരു ഫിലോസോഫിക്കൽ ലൈൻസ് അതിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ എല്ലാ ഓബ്ജക്ട്സും ലൈഫ്ലെസ് ആണ്, ഡെഡാണ് ആർട്ടിൽ കാണുന്നത്. പക്ഷേ ഒരു മാറ്റവും ഇല്ലാതെ കിടക്കുന്നതാണ്. ഒരിക്കലും അതിൽ ഒരു ഡീക്കേ ചെയ്യപ്പെടുന്നില്ല. കാരണം പ്രത്യേകിച്ച് ലൈഫ്ലെസ് ആയതുകൊണ്ട് ഡീക്കേ ഇല്ല, ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡെത്ത് ലൈക്ക് സ്റ്റിൽനെസ് ആണ്. അതിലൂടെയാണ്
കൂടുതൽ ഡൈനമിക് ആവുന്നത്. അതാണ് കൂടുതൽ ഡൈനമിസം എന്നുള്ള അത് കാലാകാലം ആ ഡൈനമിസം പ്രിസേർവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഈ ഓപ്പോസിറ്റ്സിൻ്റെ റീകൺസിലിയേഷനാണ് ഒരു കൊഹിയറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ മീനിങ്ങിലേക്ക് ആ പോയമിനെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ്സ് ബൈ ലുക്കിംഗ് അറ്റ് ദ ഫോം ഓഫ് ദ പോയം ആൻഡ് ഹൗ ദ tensions are maintained in the poem through contradictory elements that the final meaning comes out എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കുക. നൗ വി വിൽ പാസ് ഓൺ ടു റഷ്യൻ ഫോർമലിസത്തിൻ്റെ അവസാന ഒരു ആസ്പെക്റ്റ് എന്നുള്ള അല്ലെങ്കിൽ അവസാനത്തെ ഒരു മൂവ്മെൻ്റ് എന്ന നിലക്ക് റഷ്യൻ ഫോർമലിസം. ചിലപ്പോൾ അത് മാറിയിട്ട് തന്നെ പ്രയോഗിക്കാറുണ്ട്. ഫോർമലിസം എന്ന് പറയുമ്പോൾ അത് റഷ്യൻ ഫോർമലിസം ആണ് എന്ന് പറയുന്ന ടെക്സ്റ്റുകളുണ്ട്. എനിവേ വി വിൽ മൂവ് ഓൺ ടു ദാറ്റ്.